السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. സർവാദരണീയരായ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, മറ്റു ഇതര ശ്രോതാക്കളെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. صدق الله العلي العظيم. فما تعد ولا تحصى عجائبها ولا تسام على الإكثار بالسأم. അല്ലാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ള ഒരു അമാനുഷികമായ ഗ്രന്ഥമാണ്. അല്ലാഹുവിൻ്റെ ദാത്തിന് എത്രമാത്രം പരിശുദ്ധിയുണ്ടോ അത്രമേൽ പരിശുദ്ധിയുള്ള ആ ദാത്തിലേക്ക് ചേരുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. അതിന് വലിയ മാസ്മരികതയുണ്ട്, അതിന് വലിയ ആധികാരികതയുണ്ട്, വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശക്തി അതിനുണ്ട്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് ഖുർആൻ ഇറങ്ങുന്നതെങ്കിൽ പരിശുദ്ധമായ ഖുർആനിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ പേടിച്ച് വിറച്ചുകൊണ്ട് ആ പർവ്വതം കിടുകിടാ വിറക്കുമെന്നാണ് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ഉള്ളറകളിൽ വലിയ അത്ഭുതങ്ങളുണ്ട്. ആ ഖുർആനാണ് മനുഷ്യന് എഴുന്നേറ്റു നിൽക്കാനുള്ള വഴികൾ തുറന്നു തന്നത്. വിശ്വാസികൾക്ക് മാത്രമല്ല, സർവ്വജനങ്ങൾക്കും ആത്മാഭിമാനപൂർവം മനുഷ്യനെന്ന നിലയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള അജണ്ടകൾ നൽകിയത്, അവന് ചില നല്ല സംസ്കാരങ്ങൾ പകർന്നു നൽകിയത്, അവന് വലിയ വിപ്ലവങ്ങൾക്ക് വഴി തുറന്നത് പരിശുദ്ധമായ ഖുർആനാണെന്ന് ആലങ്കാരികമായല്ല, ആധികാരികമായി തന്നെ നമുക്ക് പറയാം. വൃത്തി എന്ന കൺസെപ്റ്റിലേക്ക് മനുഷ്യൻ എങ്ങനെയാണ് എത്തുന്നത്? അവൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട വൃത്തിയുടെ പാഠങ്ങളെക്കുറിച്ച് അവൻ എങ്ങനെയാണ് ബോധവാനായത്? യൂറോപ്പിലേക്കൊന്ന് നോക്കുമ്പോൾ അവിടെ ഇന്ന് വലിയ ടെക്നോളജികൾ വികസിച്ചിട്ടുണ്ട്. വലിയ സാംസ്കാരിക രാജ്യമായി പൊതു ഇടങ്ങളിൽ അവർ അംഗീകരിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നാം ആലോചിക്കണം, ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിന് എവിടെയായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത്. അവിടെയാണ് ഖുർആനിനെ അംഗീകരിക്കാത്തവർ പോലും അതിൻ്റെ ആശയങ്ങളെ അറിയാതെ അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയതിനെ കുറിച്ച് ചരിത്രങ്ങളിലൂടെ നമുക്ക് വായിക്കാനുള്ളത്. നമുക്കറിയാം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് പരിശുദ്ധമായ ഖുർആൻ. എങ്ങനെയാണത് ഏറ്റവും വലിയ മുഅ്ജിസത്തായത്? അതേ ലോകത്തിൻ്റെ മുഴുവൻ സാഹചര്യങ്ങളും അട്ടിമറിച്ചുകൊണ്ട് വലിയ മാറ്റങ്ങൾ സാധ്യമാക്കിക്കൊണ്ട് വലിയ വിപ്ലവങ്ങൾക്ക് വഴി തുറന്നുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ കടന്നു വരുന്നത്.
ആ കാലഘട്ടത്തിൽ തന്നെ ആ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മക്കയിലുണ്ടായിരുന്ന അബൂജഹലിനെ പോലോത്ത മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദം കേൾക്കുന്നതിനെ തൊട്ട് പേടിച്ചുവെങ്കിൽ ആ ഖുർആനിന്റെ ചിന്താദീപമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വചനങ്ങൾ തങ്ങളുടെ കർണപുടത്തിലേക്ക് കയറിപ്പോയാൽ നമ്മളും മാറിപ്പോകുമെന്ന് പേടിച്ചുകൊണ്ട് അവർ ചെവിപൊത്തി നടന്നെങ്കിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലുവാൻ വേണ്ടി 100 ചുവന്ന ഒട്ടകങ്ങളെയും സ്വപ്നം കണ്ടുകൊണ്ട് കടന്നു വന്ന ഉമർ റളിയല്ലാഹു അൻഹു, ആ മനുഷ്യൻ കടന്നു വരുന്ന വഴിയിൽ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ആ പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ കേട്ടതോടുകൂടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വഴികളിലേക്ക് വന്നുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഈ ഇസ്ലാമിന്റെ ശാക്തീകരണത്തിന് വേണ്ടി നിലകൊണ്ടുവെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ ശത്രുവിനെ പോലും സ്വാധീനിക്കുന്ന വലിയൊരു ആയുധമാണ്. പരിശുദ്ധമായ ഖുർആൻ മനുഷ്യനെ കൊണ്ടുപോകുന്നത് ആത്മീയമായ കാര്യങ്ങളിലേക്ക് മാത്രമല്ല, ഭൗതികമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിലേറെ വലിയ ചിന്തകൾക്ക് വഴി തുറക്കുന്ന വലിയ കാര്യങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ വലിയ വിപ്ലവത്തിന്റെ ആളുകളായി ചമയുന്ന ചില മതങ്ങളുണ്ട്, സംസ്കാരങ്ങളുണ്ട്. അവരാകാശ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഈ ഗോളങ്ങളുടെ ചലനത്തെക്കുറിച്ച് നിരീക്ഷിക്കാത്ത സന്ദർഭങ്ങളില് സമുദ്രത്തിന്റെ വഴികളിലേക്ക് സഞ്ചരിക്കുന്നത് പോലും മതവിരുദ്ധമാണെന്ന് വിശ്വസിച്ചിരുന്ന കാലത്ത് ഭൂമി ചലിക്കുന്നു എന്ന് പറയുന്നത് പോലും മതഭ്രഷ്ടിന് കാരണമാണെന്ന് വിശ്വസിച്ചിരുന്ന ചില മതപ്രത്യയശാസ്ത്രങ്ങളുടെ തലമുണ്ടായിരുന്ന കാലത്ത് പരിശുദ്ധമായ ഖുർആൻ മനുഷ്യനെ കൊണ്ടുപോകുന്നത് അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. അതേ നോക്കാനാണ് പറയുന്നത്. ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന വ്യത്യസ്തമായ സൃഷ്ടികളെക്കുറിച്ച്, വ്യത്യസ്തമായ മൃഗങ്ങളെക്കുറിച്ച്, ആകാശ ലോകത്തിലേക്ക്, മറ്റു ഭൂമിയിലെ വിശാലതയിലേക്ക് നോക്കാൻ പറയുന്നുണ്ട്. ഈ നോട്ടത്തെക്കുറിച്ച് ഉദ്ഘോഷിക്കുമ്പോ ഈ പ്രപഞ്ചലോകത്തുള്ള അത്ഭുതങ്ങളെ പറ്റി ഖുർആൻ വ്യക്തമായി പറയുകയാണ്. പകലിന്റെ പ്രശോഭിതമായ പ്രകാശത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോ അറിയാതെ മങ്ങി മങ്ങി ഇരുട്ടിന്റെ വഴികൾ തുറക്കുമ്പോ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? അതിനുത്തരം കിട്ടാൻ ഒരുപക്ഷേ ശാസ്ത്രലോകം പോലും ആ വഴിക്ക് പോകാത്ത കാലത്ത് കൃത്യമായി തന്നെ ഖുർആൻ പറഞ്ഞു വച്ചു, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. അതേ സൂര്യന്റെ ചലനത്തെക്കുറിച്ച്, ചന്ദ്രന്റെ നിശ്ചിതമായ വഴികളെക്കുറിച്ച്, നക്ഷത്രത്തിന്റെ ചലനാത്മകതയെക്കുറിച്ച്, ഇതിനെല്ലാം കൃത്യമായി നിയന്ത്രിക്കുന്ന ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. പ്രതാപിയായ പടച്ച റബ്ബിന്റെ കാൽക്കുലേഷൻ അനുസരിച്ച് സഞ്ചാരങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ? ഇത് എന്തൊരു വലിയ അത്ഭുതമുള്ള ഗ്രന്ഥമാണ്. എല്ലാ ശാസ്ത്രങ്ങൾക്കും വഴി തുറന്നത് പരിശുദ്ധമായ ഖുർആനാണ്. എല്ലാ നവോത്ഥാന വിപ്ലവങ്ങൾക്കും വഴി തുറന്നത് പരിശുദ്ധമായ ഖുർആനാണ്. ആ പരിശുദ്ധമായ ഖുർആനിനെ മനനം ചെയ്ത പണ്ഡിത ശ്രേഷ്ഠരില്ലയോ? ആ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് നിർദ്ധാരണം ചെയ്ത് കിട്ടിയ ഫിഖ്ഹിന്റെ ലോകത്തേക്ക് പോയ പണ്ഡിതരില്ലയോ? വ്യത്യസ്തമായ വഴികളിലേക്ക്, പഠന വഴികളിലേക്ക് സഞ്ചരിച്ച ആളുകളില്ലയോ? ഇവർക്കെല്ലാം വഴി കാണിച്ചത് പരിശുദ്ധമായ ഖുർആനാണ്. ഇത്രമേൽ ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥത്തിന്റെ വക്താക്കളാണ് ഞാനും നിങ്ങളും. ആദ്യമായി എൻ്റെ അമ്മാറത്തായ നഫ്സിനോടും രണ്ടാമതായി ശ്രോതാക്കളോടുമായൊന്ന് ചോദിക്കട്ടെ, ഈ ഗ്രന്ഥത്തിന്റെ പാരായണ വഴിയിൽ നാം എത്രത്തോളമുണ്ട്? അതിൻ്റെ ആശയവീതികളിൽ നാം എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്? സമയമില്ലെന്നല്ലേ
പറയാനുള്ളത്, പരിശുദ്ധമായ ഖുർആനിനെ ഖൽബ് കൊണ്ട് സന്തോഷത്തോടെ ഒന്ന് സമീപിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അത് വലിയ സംതൃപ്തിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തില്ലേ, അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ, പരിശുദ്ധ ഖുർആനിനെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ അല്ലാഹ്. ഖുർആൻ കൊണ്ട് വിജയിച്ചവരിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സജ്ജനങ്ങളിൽ നാം എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിട. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.